ഹലോ, നമുക്കിന്ന് വിശാഖം ദിനത്തെ പായസം ഉണ്ടാക്കാം. ഇന്നും ഒരു വെറൈറ്റി പായസം തന്നെയാണ്. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വാഴക്കൂമ്പില്ലേ, വാഴക്കൂമ്പും ബീട്രൂട്ടും വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വാഴക്കൂമ്പ്, അതുപോലെ ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ നെയ്യ്, കുറച്ച് ഉപ്പ്, അതുപോലെ ഇത് 3/4 ലിറ്റർ പാല് ഞാനിത് നല്ലപോലെ തിളക്കാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ പായസം ഉണ്ടാക്കാൻ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാനിലോട്ട്. നമുക്ക് ഈ എടുത്ത് വെച്ച വാഴക്കൂമ്പ് ഇതിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ വാഴക്കൂമ്പ് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഇതിലിട്ടിടാം. ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. വാഴക്കൂമ്പ് നല്ലപോലെ ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറട്ടെ. നമ്മുടെ പാല് നല്ലപോലെ ഇവിടെ കിടന്ന് തിളച്ച് വറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാഴക്കൂമ്പ് ഇതേ നല്ലപോലെ നെയ്യിൽ മൂത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ ആയിട്ടാകുമ്പോൾ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനുള്ളിലുള്ള കുറച്ചൊരു വെള്ളമയമുണ്ട്, അതൊന്ന് മാറട്ടെ. വാഴക്കൂമ്പിലുള്ള ആ വെള്ളമയമൊക്കെ ഒന്ന് മാറിയേ ഇനി നമുക്ക് അതിലോട്ട് ഇതെടുത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരക്കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ, കൂടുതലില്ല ബീട്രൂട്ട്. അതുപോലെ ഒരു ചെറിയ വാഴക്കൂമ്പാണ്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഈ നെയ്യിൽ കിടന്നൊന്ന് ഈ ബീട്രൂട്ടിലുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൽ ഇവിടെ നല്ലപോലെ തിളച്ച് വറ്റുന്നുണ്ട്. പാലും നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ ബീട്രൂട്ടും വാഴക്കൂമ്പും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തിളച്ചിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കാവേ. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് നല്ലപോലെ ഈ ബീട്രൂട്ടും വാഴക്കൂമ്പും നല്ലൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നല്ല ആ ബീട്രൂട്ടിൻ്റെ പിങ്ക് കളറാണ് മുന്നിട്ട് നിൽക്കുന്നുള്ളത്. ഇപ്പോൾ ഞാനിത് ഇതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി ഈ പഞ്ചസാര ഇതിലോട്ട് നല്ലപോലെ അലിയട്ടെ. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം റെഡിയായി. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടെ. നല്ല കുറുകി ഇപ്പം പിങ്ക് ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് പിങ്ക് കളറായി. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടി ഒന്ന് കുറുകട്ടെ പാല്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ചൊരു നുള്ളി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ പായസം റെഡിയായി. വാഴക്കൂമ്പ് ബീട്രൂട്ട് പായസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ.